ഏറ്റവും നല്ല എംപ്ലോയി എന്നുള്ള അവാർഡും തന്ന് ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ എല്ലാം മുമ്പിൽ വെച്ച് നിന്നെക്കുറിച്ച് നല്ല 4 വാക്കും പറഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞില്ലല്ലോടാ. അതിനു മുമ്പ് ഉഴപ്പി തുടങ്ങിയോ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കേട്ടു സർ. ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം. പേഴ്സണൽ പ്രോബ്ലംസോ അതോ പെണ്ണ് കേസോ? ആ ഓമനക്കുട്ടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഈടെ ഇരുട്ടത്തൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് നീ ഒരു ഐ ലവ് യു മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു. ഓമനക്കുട്ടാ, നിന്റെ ഒരു രീതി ശരിയല്ല. ഇതൊക്കെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതൊരുമാതിരി മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പോകുന്ന പോലെ. ഒരു പ്ലാനിങ് വേണ്ടേ ഇതിനൊക്കെ? നിന്നെ പോലെ തന്നെയായിരുന്നു പണ്ട് ഞാനും. ഇതുപോലെ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു നിർഗുണൻ. എനിക്കും ഇതുപോലെ ഒരാളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പണച്ചാക്കിന്റെ ഒരേ ഒരു മകൾ സുമതി. അവളാണെങ്കിലോ 10ാം ക്ലാസ് 4 പ്രാവശ്യം തോറ്റ് ഈ വാരികളിലൊക്കെ വരുന്ന സകല പൈങ്കിളി നോവലുകളും വായിച്ച് അതെഴുതുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക്കായ പുരുഷന്മാരെന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു നാട്ടുമ്പുറത്തുകാരി. അക്കാലത്ത് സ്വന്തം അച്ഛൻ്റെ പേരെഴുതിയാൽ പോലും മിനിമം 2 തെറ്റെങ്കിലും വരുത്തിയിരുന്ന ഞാൻ ഇവളെ വീഴ്ത്താൻ ചെയ്ത പണി എന്താണെന്നറിയോ? നാട്ടിലെ ലൈബ്രറിയിൽ ആരും വായിക്കാതെ കിടന്നിരുന്ന കുറെ പഴയ പൈങ്കിളികൾ തപ്പിയെടുത്തിട്ട് ഒരു കടലാസിൽ പകർത്തി എഴുതി ഞാൻ എഴുതിയതാണെന്നും പറഞ്ഞ് ഇവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഒരു മെനക്കേടുമില്ലാതെ ആളിതാ എൻ്റെ പോക്കറ്റ്. അവളാണ് ഓമനക്കുട്ട എൻ്റെ ഭാര്യ സുമതി. അവളുടെ അപ്പനെ വിറ്റ കാശാണ് ഈ ക്ലിൻടോണിക്ക. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ലേ? ഇല്ല സർ. ഞാൻ ഈ കുപ്പിക്കകത്ത് എന്താണ് കലക്കി വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? പോട്ടെ, ഇത് തേച്ചിട്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും മുടി വളർന്നതായിട്ട് നിനക്കറിയാമോ? ഇല്ല. എന്നിട്ടും ഇത് വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുന്നെങ്കിൽ അതാണ് മോനെ മാർക്കറ്റിംഗ്. ഉള്ളിൽ എന്ത് എന്നതിലല്ല ഓമനക്കുട്ട, അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ മനസ്സിലായോ? നിന്റെ ഉള്ളിലുള്ള കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അതുകൊണ്ടാണ് നീ ഈ കമ്പനിയിലെ നമ്പർ 1 ആയത്. മനസ്സിലായോ? ഇതുപോലെ നീ നിന്നെയും മാർക്കറ്റ് ചെയ്യും ഓമനക്കുട്ട, നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ്. ബാക്കിയൊക്കെ താനേ നടക്കും. നീ ചെല്ല്, ധൈര്യമായിട്ട് പോ. ഓമനക്കുട്ട, ഇത്രേ ഉള്ളു കാര്യം. മുടിയില്ലാത്ത എനിക്ക് മുടി വിൽക്കാനുള്ള മരുന്ന് വിറ്റ് കാശുണ്ടാക്കാമെങ്കിൽ നിനക്ക് എന്തിനു പറ്റിക്കൂടാ? നിന്നെയും മാർക്കറ്റ് ചെയ്യും. രാമകൃഷ്ണനല്ലേ? നമ്മളെ ചെറുക്കലെ ഗോപാലപിള്ളയുടെ മൂത്ത മോൻ രാമകൃഷ്ണൻ അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മോനെ കണ്ട ഗോപാലനെ മുറിച്ചു വെച്ച പോലെ ഉണ്ട്. ചെറുപ്പത്തിൽ അവന് അല്ലറ ചില്ലറ വികൃതികളൊക്കെ ഉണ്ടായിരുന്നേ, ഒന്നും പറയാൻ പറ്റില്ല. മോനെ, ഈ കൊക്കരവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ മൈസൂര്? അതെ, കൊക്കരവള്ളി. അതെത്താറായോ? ഇല്ല. ഓരോ സ്ഥലപ്പേരുകളെ കൊക്കരകള്ളി. സംഗതി കാണാൻ നല്ല രസമുള്ള സ്ഥലമൊക്കെയാ മൈസൂര്. മര്യാദയ്ക്ക് നല്ലൊരു പേരിടാൻ പറ്റില്ല. നല്ല ചൂടാണല്ലേ മൈസൂര്. മോനെ എത്ര നാളായി മൈസൂര്? കുറച്ചായി. ഞാൻ ഈ നാടും വീടൊക്കെ വിടുന്നത് ആദ്യമായിട്ടാണ്. എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ ഈ മൈസൂരിലേക്ക് വന്ന് എന്നായിരിക്കും മോൻ ചിന്തിക്കുന്നുണ്ടാവുക, അല്ലേ? അല്ലേ അല്ലേ? അത് പറയാം. അതായത് ഞങ്ങൾ 3 ആങ്ങളമാർക്ക് ഒരൊറ്റ പെങ്ങളാ, ഭാനുമതി. ഏട്ടന്മാരൊക്കെ നേരത്തെ മരിച്ചു പോയോണ്ടാവാം. അവൾക്ക് എന്നെ വലിയ കാര്യം. അവൾക്ക് ആണും പെണ്ണായിട്ട് ഒറ്റ സത്യത്തിന് ദൈവം കൊടുത്തുള്ളൂ. നമ്മളെ
ബാബു. അവനിവിടെ ഈ കൊക്കരവള്ളിയിൽ ഒരു വലിയ കമ്പനിയിലെ ജോലി, ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കണ ഒരു കമ്പനി. അവനൊന്ന് കാണണം, അതിനെ ഈ വരവ്. കാര്യം പറഞ്ഞു വരുമ്പോൾ സാമ്പത്തികം തന്നെ. പിന്നെ 2 ദിവസം ഇവിടെയൊക്കെ ഒന്ന് ഈ മൈസൂരൊക്കെ ഒന്ന് ചത്തി ഇറങ്ങിയുണ്ട് അവരുടെ കമ്പനിയിലൊക്കെ ഒന്ന് പോയി ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണൊക്കെ ഒന്ന് പഠിച്ചെടുത്തിട്ട് എങ്ങനെ. മോന് കല്യാണമൊക്കെ ആയ? ആയിട്ടില്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ബാബുവിൻ്റെ ഭാര്യ ഉഷയ്ക്ക് ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. അവളുടെ പേര് ഞാൻ മറന്നു. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും നല്ല സ്വർണ്ണത്തിൻ്റെ സ്വഭാവം. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പലരും വന്ന് കാണുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഉറക്കണില്ല. അപ്പോൾ പേര് പറഞ്ഞില്ല. ഇനിയിപ്പോൾ വീട്ടുകാർ പേരിടാൻ മറന്നുപോയോ? മോൻ്റെ പേരെന്താ? മൈക്കിൾ ജാക്സൺ. ನನ್ನನ್ನೇ ನೋಡ್ತಾ ಇದ್ದಾನೆ. ಏಯ್ ಏಯ್ ಹಂದಿ ನನ್ನ ಮಗನೇ, ಏನೋ ನೋಡ್ತಾ ಇದೀಯಾ? ನೋಡ್ಬೇಕಾ ನನಗೆ? ಮನೆಯಲ್ಲಿ ಒಂದು ಕೆಲಸ ಅಲ್ವಾ, ಒಂದು ಲೈಟ್ಸು. ചേട്ടാ ഒരു ലൈറ്റ്സ്. എത്ര നേരായി നീ എന്താ വീണ്ടും തീട്ടോ? ഓഹോ, അപ്പൊ നീ ഇതും തുടങ്ങിയ? നീ അപ്പൊ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? കളയണ്ട, കൊണ്ട. ഫോൺ. ഹലോ ഹലോ ഹലോ. ഹൂ ഈസ് ദിസ്? ഇത് പിപിയുടെ നമ്പർ അല്ലേ? കുളിക്കുക. ഞാൻ റൂംമേറ്റാ. റൂംമേറ്റോ? അങ്ങനെ ഒരാളെ കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, രാഹുൽ അല്ലേ? പിപി എപ്പോഴും പറയാറില്ല ഫാഷൻ ഫോട്ടോഗ്രാഫർ. രാഹുൽ. ഐ നോ, ദിസ് ഈസ് രാഹുൽ ഓൺലി. ആം ഐ റൈറ്റ്? ഇതുപോലെ നീ നിന്നെയും മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല വർണ്ണ കടലാസ്, ബാക്കിയൊക്കെ താനേ നടക്കും. യാ, രാഹുൽ സ്പീക്കിംഗ്. ഓ ഗോഡ്, രാഹുലിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടാ പിപി എന്നെ പരിചയപ്പെടുന്നത് തന്നെ. നിങ്ങൾ പണ്ട് വാഷിംഗ്ടണിൽ ഒരുമിച്ചായിരുന്നു അല്ലേ? അതെയോ? യാ, അവിടെയല്ലേ നിങ്ങൾ PhD ചെയ്തത്? ആ അതെ, ഞാനിപ്പോ ഓർക്കുന്നു. ഇപ്പോഴും വോക്കി തന്നെയല്ലേ വർക്ക് ചെയ്യുന്നേ? അതെ. Actually, Rahul, can you do me a favor? You know, I am into modeling and all, so Rahul എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. വോക്ക് പോലൊരു ഇന്റർനാഷണൽ മാഗസിനിൽ ഒരു. എന്താ പേര് പറഞ്ഞേ? ശില്പ. ഞാൻ വിളിക്കാം.
രാജേഷ് റൂമി